ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാനൊരു കുഞ്ഞു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ അതാ നേരത്തെ എണീച്ച് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് വെള്ളമൊക്കെ പിടിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ നമ്മുടെ ഒരു 6:30 ആകുമ്പോൾ പാല് കൊണ്ടുത്തരും ചേച്ചി. അപ്പോൾ ഞാനൊക്കെ ഒന്ന് കാച്ചി വെക്കാം കേട്ടോ. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ റിയാസ്ക്കൊക്കെ കാപ്പി കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് കാപ്പിയെ കുടിക്കുള്ളൂ, പാല് കുടിക്കില്ല. അപ്പോൾ മെയിനായിട്ട് പാല് വാങ്ങണം നമ്മുടെ പാത്തുട്ടിക്ക് 2 നേരം കൊടുക്കാനും പിന്നെ എനിക്കും റൈസ് കുട്ടിക്കും ചായ വെക്കാനും കേട്ടോ. അപ്പോൾ റിൻഷിമോൾ കട്ടൻ ചായ കുടിക്കുകയുള്ളൂ. അപ്പോൾ റിൻഷിമോൾക്കും റിയാസ്ക്കാക്കും കാപ്പി കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും അവർക്ക് ഉണ്ടാക്കുള്ള കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ പാലൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ വാത്തിക്കുട്ടിക്കുള്ള പാലൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് ചായ വെക്കുക കേട്ടോ. രാവിലെ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഒന്ന് വയറ് ഇതാകുമ്പോൾ ചായ കുടിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ പാനും കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ. അപ്പോൾ അത് ഞാൻ ഒരു 6 മണിക്ക് തന്നെ ഇടും കേട്ടോ. അപ്പം എന്നാൽ ഒരു 6-7 മണിയാകുമ്പോഴത്തേനും ചോറ് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ വേഗം വെന്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിന്ന് കൊള്ള് കറിയാട്ടോ വെക്കണത്. അപ്പോൾ കൊള്ള് എന്ന് പറഞ്ഞാൽ അറിയുമോയെന്ന് എനിക്കറിയില്ല. ചിലവർ മുതിര എന്ന് പറയും. നമ്മുടെ പാലക്കാട്ടിൽ കൊള്ള് എന്നാട്ടോ പറയുക. കൊള്ള്, മുതിര, അങ്ങനെ ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കില്ല ഇതിന്. ചിലപ്പോൾ ഇത് അറിയാത്ത ആൾക്കാരും ഉണ്ടാവും കേട്ടോ. ഞാൻ എന്നോ ഒരു ലൈവിൽ പോണ സമയത്ത് ഇങ്ങനെ എനിക്കിത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നല്ല ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്തിട്ട് കഴുകിയിട്ട് നമ്മൾ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് കളയും. പിന്നെ വെള്ളം കളഞ്ഞിട്ട് പിന്നെ വേറെ വെള്ളം അതിൽ ഒഴിക്കും കേട്ടോ. വേറെ വെള്ളം അതിൽ ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കും. പിന്നെ അതൊന്ന് വെന്ത ശേഷം നമ്മൾ നല്ല വറുക്കണം കേട്ടോ. വറുത്ത് അതിങ്ങനെ പൊട്ടിത്തെറിക്കണ പോലെ ഒരു ഒച്ച വരും. അപ്പോൾ അത് നമ്മൾ വെന്ത ശേഷം പിന്നെ അതിലേക്ക് കത്തിരിക്ക ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനെ കറ പോകാൻ വേണ്ടിയിട്ട്. 2 പച്ചമുളക് കീറിയതും പിന്നെ 2 തക്കാളി 2-3 കത്തിരിക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1.5 തുണ്ട് സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ കൈ കണക്കാട്ടോ, നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് മുളക് കറിയാക്കിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ മുളക് പുളി ഒഴിച്ചിട്ട് പിന്നെ കടുകിട്ട് താളിച്ച് നമുക്ക് മുളക് കറിയായിട്ടും ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇവിടെ റിൻഷിമോൾക്ക് മുളക് കറി പറ്റൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഒഴിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനിടയിൽ നമ്മുടെ ഒരു കപ്പ് ചായ കുടിച്ചിട്ട് ഇനി ബാക്കി കാര്യം നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഫാത്തിമയും റീസും റെജിബിയും ഒന്നും എണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ നല്ല തണുപ്പും പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ആ മഴയത്ത് നമ്മൾ ചൂടുള്ള ചായ കുടിക്കാൻ നല്ല സുഖം കേട്ടോ. അപ്പോൾ ഞാൻ ഗുളിക രാവിലെ കഴിക്കണതുകൊണ്ട് എനിക്ക് ചായക്ക് 2 ബിസ്ക്കറ്റും ഒക്കെ കഴിക്കണം. അപ്പോൾ ഞാൻ ചായ 2 ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അടുക്കളയിലേക്ക് വന്ന് പിന്നെ തേങ്ങ ഞാൻ ചിരണ്ടി അരക്കാൻ വേണ്ടി മിക്സിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഇനി അതിലേക്ക് ഒഴിക്കണം. കുറച്ച് കൈപ്പൊടി ഒഴിക്കണം കേട്ടോ കറിയിൽ. അപ്പോൾ തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാ ഇനി നമ്മൾ തേങ്ങ കൂട്ടി കൊടുത്ത് ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അവൾക്ക് ഒരു 8:30 ആകുമ്പോഴത്തേനും ചോറും കറിയൊക്കെ ആവണം സ്കൂളിലേക്ക് പോകുമ്പോഴത്തേനും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കൂട്ടാൻ ഉരുളക്കിഴങ്ങ് 2-3 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ മുട്ട കൊടുത്തു, ഇന്ന് ഉരുളക്കിഴങ്ങ് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ കൂട്ടുകാർ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊന്ന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. അപ്പോൾ എല്ലാവരും തുടർന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിത് ആ ഉരുളക്കിഴങ്ങ് വറുക്കാൻ വേണ്ടിയിട്ട് കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരക്കിൽ ഞാൻ വട്ടമൊന്നും നോക്കിയില്ല കേട്ടോ. ഒരു സുമാർ ഒരു ഇതിൽ വട്ടത്തിൽ അങ്ങോട്ട് നൈസ് അത്ര ആയിട്ടില്ല, മുറിച്ചിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോഴത്തേനൊക്കെ ആവണല്ലോ കൊണ്ട് തിരക്ക് പിടിച്ചിട്ടോ ഓരോന്ന് ചെയ്യണത്. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ നമുക്ക് ഖുർആനൊന്നും ഓതാൻ സമയം കിട്ടുന്നില്ല. എന്നാലും ഞാൻ സുബൈക്ക് ഒന്നെങ്കിലും ഓതും കേട്ടോ. പിന്നെ മഗ്‌രിബിക്ക് നമുക്ക് സമാധാനത്തിലിരുന്ന് ഓതാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ദിക്റും സലാത്തൊക്കെ ഇങ്ങനെ ചെല്ലലുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ ഞാൻ മീൻ പൊരിക്കുമ്പോഴും കുറച്ച് മല്ലിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്സാണത്. കുറച്ച് മല്ലിപ്പൊടി പൊരിക്കണതിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതാ അതങ്ങനെ മുളക് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ
മഴ ആയതുകൊണ്ട് പുറത്ത് കറാബിൽ പൊട്ടിക്കാനും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ റിൻഷിമോളോട് 2 പൊട്ടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായെന്നറിയില്ല. പിന്നെ അവൾ അങ്ങനെ അത് കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ താളിച്ചെടുക്കുകയാണ് കേട്ടോ ചാറ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് കുറച്ചെടുത്ത് മാറ്റി ചൂടാറാൻ വെക്കണം. നമുക്ക് റിൻഷിമോൾക്ക് കുപ്പിയിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ചൊന്ന് ഒരു കൊട്ടറാവിൽക്കാക്കിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ അവൾക്ക് പോകുമ്പോഴത്തേനും ഡപ്പയിൽ ചൂടോടാക്കാൻ പറ്റില്ലല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയല്ലേ. പിന്നെ അടുത്ത് ഞാനിതാ ഉരുളക്കിഴങ്ങൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് രാവിലെ നല്ല മഴ ഉണ്ട് കേട്ടോ പുറത്ത്. ഈ സമയമൊക്കെ നല്ല മഴ തന്നെയാണ്. അതുകൊണ്ട് തണുപ്പായതുകൊണ്ട് കുട്ടികളൊന്നും എണിച്ചിട്ടില്ല കേട്ടോ. നമുക്കും ഭയങ്കര മടിയൊക്കെ ഉണ്ട് എണിക്കാൻ. പിന്നെ ആ സമയത്ത് എണിച്ച് ശീലമായതുകൊണ്ട് പിന്നെ അങ്ങനെ ആ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കലി എണിച്ചോളും. എന്നാലും ഭയങ്കര തണുപ്പാണ് കേട്ടോ. പിന്നെ വെള്ളത്തിൽ അങ്ങനെ കളിക്കുമ്പോൾ അങ്ങനെ നമുക്ക് തണുപ്പൊക്കെ അങ്ങനെ കമ്മിയായി കിട്ടും. പിന്നെ ആ രാവിലെ വരുന്ന പൈപ്പിൽ വരുന്ന വെള്ളം ഭയങ്കര ചൂട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുളിക്കാനും നല്ലൊരു സുഖം ഉണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണിച്ചൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഉന്മേഷവും ഉത്സാഹം അത് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇട്ട പോലെ തന്നെ. അപ്പോൾ രാവിലെ നമുക്ക് എല്ലാ പണിയും നമുക്ക് ഇൻട്രസ്റ്റോടെ പഠിച്ച നല്ലൊരു ആരോഗ്യം ചെയ്യാനുള്ളൊരു മനസ്സും കരുത്തൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പണികളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. മടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ എണിച്ചൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കങ്ങനെ ചെയ്ത് അങ്ങനെ സർവീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ ശരിയാവും കേട്ടോ. നമ്മൾ ഇങ്ങനെ ക്ഷീണം മടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനോടും ഒരു മടിയൊക്കെ തോന്നുന്നത്. ചില സമയത്ത് തോന്നും, എന്താ അങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ തോന്നിപ്പോവാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ തൈറോയ്ഡൊക്കെ ഉള്ള സ്ത്രീകൾക്ക് നമുക്ക് എന്താ പറയുക, ഉറക്കം ഇങ്ങനെ വരും, മുടി കൊഴിച്ചിലുണ്ടാവും, ക്ഷീണം ഉണ്ടാവും, ശരീരവേദന ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. ഉറക്കക്കുറവുണ്ടാവും. പിന്നെ അത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ റിൻഷിമോളൊന്ന് ഒരുങ്ങി നോക്കട്ടെ എന്നിട്ട് വന്നതാണ്. പിന്നെ പുറത്ത് നല്ല മഴ, നല്ല അടിപൊളി അസല് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഴ കേട്ടോ പുറത്ത്, കുട്ടിക്കുറ്റൂന്നുള്ള മഴ, വെള്ളപ്പൊക്കം. എന്താ വെള്ളച്ചാട്ടം പോലെ ഉണ്ടല്ലേ. നല്ല മഴ, കുട്ടികൾ സ്കൂളിൽ പോകണ നേരത്ത് മഴ. ചെടിയിൽ റോസാപ്പ് നോക്കുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. നല്ല മഴ കേട്ടോ. റിൻഷിമോൾ പോകാൻ നേരത്ത് നല്ല മഴ. കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. തണുപ്പായ കാരണം മൂടി പൊതിച്ച് കിടക്കുകയാണ്. പാത്തു എനിക്കില്ലേ സ്കൂളിൽ പോകണ്ടേ? സമയമായില്ലേ? എന്താ പറഞ്ഞു എനിക്ക് പാപ്പ കുച്ചണം, മാമ തിന്നണം, എനിക്ക് ഏയ് അതാ പൊതിച്ച് കിടക്ക് നോക്ക്, പൊതിച്ച് കിടക്കണ നോക്ക്. ഇതേ എടുക്കില്ല രജു. ഏയ് പാത്തുക്കുട്ടി നോക്കട്ടാ, പൊതിച്ച് കിടക്കുകയാണ്. എനിക്കുള്ള തണുപ്പല്ലേ, എങ്ങനെ സ്കൂളിൽ പോവോ? കിടക്കണ്ടിട്ട് നോക്കുകയാണ്. ഇനി നമുക്ക് പാത്തുവിനൊന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സിംഗപ്പുലി ഇതാ എണിച്ചിട്ടുണ്ട്, ഉറങ്ങി എണിക്കണുള്ളൂ. റജിക്കുട്ടി പിന്നെ എണിച്ചിട്ടില്ല കേട്ടോ. അപ്പം പിന്നെ എണിച്ച് വന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കും, എന്നിട്ട് പിന്നെ ബാത്റൂമിലേക്കും ഒക്കെ പോകുള്ളൂ അല്ലേ. റിൻഷിമോൾ ഇതാ പോകാൻ സമയം ഇനിയും ഉണ്ട് കേട്ടോ, പഠിക്കുകയാണ് അവള്. അവിടെ എടുത്ത് വെച്ചൊക്കെ അപ്പോൾ ഇതാ നമ്മുടെ ഓരോരുത്തർ എണിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്തു നല്ല അവൾക്ക് ആ നേരത്ത് എണിച്ച് സ്കൂൾ 2 മാസം പൂട്ടിയപ്പോൾ അങ്ങനെ കിടന്ന് ഇപ്പോൾ അവൾക്ക് ആ സമയത്ത് എണിക്കാനൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ തണുപ്പൊക്കെ ആയപ്പോൾ അവൾക്ക് ഭയങ്കര എന്താ എണിക്കാൻ തന്നെ ഒരു മടി കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ റിൻഷിമോൾക്ക് ഇതാ ചോറൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ.
അപ്പോൾ ചോറും ഉരുളക്കിഴങ്ങ് വറുത്തതും പിന്നെ അവൾക്കിങ്ങനെ നല്ല മൊരിയണം കേട്ടോ ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി നല്ല മൊരിയിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അവൾക്ക് എന്ത് മീനും ഉരുളക്കിഴങ്ങ് വറുത്ത എന്താണെങ്കിലും അവൾക്ക് നല്ല ഒന്ന് മൊരിയിക്കണം കേട്ടോ. അപ്പോൾ കത്തിരിക്കയും കൊള്ളും കറി ഇങ്ങനെ വെക്കാത്തവരൊക്കെ വെച്ച് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്കിത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്, വേറെ കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല പുളിയൊക്കെ വീത്തി വെക്കണതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നല്ല അടിപൊളി ചോറും കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ പിന്നെ നല്ല മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ, നങ്ങി മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ഇപ്പോൾ പോകാൻ നേരെ വണ്ടി വേഗം വന്നതുകൊണ്ട് അവൾ കഴിക്കാൻ കുറച്ചെന്നെ കഴിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ വേഗം പോവുകയും ചെയ്തു. പിന്നെ അങ്ങനെ എന്താ റിയാസൊക്കെ വന്നപ്പോൾ അവൾ പോകുക കേട്ടോ. പോണ നേരത്ത് കുട്ടികൾ സ്കൂളിൽ പോണ നേരം നോക്കി ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കുട്ടികൾ വണ്ടിയിലുള്ള കുട്ടികളും അങ്ങനെ നനയും. പോണ നേരത്ത് മഴ കൊള്ളണ്ട, വേഗം കയറ് ഉള്ളിൽ, വേഗം കയറ്. അങ്ങനെ മക്കളെ ചോറും കൂട്ടാനായി അവളെ പറഞ്ഞയച്ച് വല്ലാത്തൊരു രാവിലത്തെ ഒരു തിരക്കൻ്റെ അല്ലേ. അങ്ങനെ ഞാനിതാ പാത്തുക്കുട്ടിക്ക് തിന്നാനൊക്കെ കൊടുത്ത് മേലൊക്കെ, അവൾക്ക് ഡെയിലി 1-2 തല നനക്കുള്ളൂ, തണുപ്പല്ലേ. അപ്പോൾ ഡെയിലി മേല് കഴുകും. എന്താ നമ്മുടെ ചുന്തിരിക്കുട്ടിയിൽ അവിടെ അങ്ങളോടി പോകാൻ റെഡായിട്ട് ഇരിക്കുന്നില്ലേ. എല്ലാവരും ലൈക്ക് ചെയ്യാറ്, എല്ലാവരും അസ്സലാമലൈക്കും പറ, അസ്സലാമലൈക്കും പറ, എല്ലാവരും ലൈക്ക് ചെയ്യുക. അവളുടെ ചുണ്ട് രാവിലെ പൊട്ടിയിട്ട് അതാണ് അവൾ കാണിച്ചു തരുന്നത്. പാത്തൊട്ട് രാവിലെ അവളെ തള്ളിയിട്ടിട്ട് ചുണ്ടൊക്കെ പൊട്ടിച്ചില്ലേ. അതാണ് ചുണ്ടിൽ കൂടെ ചോര വെഞ്ഞിൽ സ്വത്തേ കൺമിഷൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവൾ നിങ്ങൾക്ക് ചുണ്ട് കാണിച്ചു തരുന്നു കേട്ടാ, പൊട്ടി പറഞ്ഞിട്ട് അല്ലേ. അവിടെ നോക്കട്ടെ, എൻ്റെ കുട്ടിയുടെ ചുണ്ട് പാത്തു രാവിലെ തന്നെ പൊട്ടിച്ചിട്ടാ അല്ലേ പൊട്ടി. അപ്പോൾ ഇതാ ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ഇടുക, വേഗം പോകുമ്പോഴാണ് ഇതെല്ലാം എളുപ്പം. പിന്നെ അത് അടുക്കളയിലെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പാത്തുവിനെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ഒരു ബേജാറും വെപ്പുറം, എത്ര നേരത്തെ എണിച്ചാലും നമുക്ക് സമയം തികയാത്ത പോലെ തോന്നും കേട്ടോ. പിന്നെ പൊരിഞ്ഞ് നിസ്കരിച്ച് ഓതാനും കൂടി സമയം കിട്ടില്ല. വേഗം ഒരു യാസിന് ഓതി തീർത്തിട്ട് അങ്ങോട്ട് വേഗം എണിക്കൂട്ടാ. ബാ പിന്നെ അങ്ങനെ അടുക്കളയിൽ പോകും, പാത്രം കഴുകും, വെള്ളം പിടിക്കും, പിന്നെ അരി ഇടും അടുപ്പിൽ. അങ്ങനെ അത് കടന്ന് പോകുമ്പോഴത്തേനും കൂട്ടാൻ വെക്കും. രാവിലത്തെ ഒരു ബേജാറും വെപ്പും പൊരിച്ചിലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്തോ അല്ലേ. അപ്പോൾ ഇഷ്ടമായാലും ഇല്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ അവൾ വിളിച്ച വേഗത്തിൽ വരില്ല കേട്ടോ, പാത്തൊട്ടിക്ക് പൊട്ടൊക്കെ വെച്ചു. അപ്പോൾ പാത്തൊട്ടി ഇന്ന് റെഡി ആയിട്ടുണ്ട്. സ്കൂളിൽ പോകാൻ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കണം അല്ലേ. ഇനി ടവൽ കർച്ചീഫ് നമ്മുടെ ഒന്ന് കാണാനില്ല, വാങ്ങിക്കണം, സ്കൂളിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ അവൾ വന്ന പാടും അവൾ ചെറുപ്പം മുതലേ ഇങ്ങനെ പാട്ടും ഐസിയിലൊക്കെ കിടക്കുന്ന സമയത്ത് ചാടിക്കളിക്കുന്നു അല്ലേ പാത്തുക്കുട്ടി. അപ്പോൾ ഐസിയിലൊക്കെ ഇങ്ങനെ കടന്നിട്ടാന്ന് തോന്നുന്നു, എന്താ അറിയില്ല. അപ്പോൾ ഡോക്ടർമാരും ഞങ്ങളോടൊക്കെ പാട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാനൊക്കെ പറയും. അപ്പോൾ അങ്ങനെ നല്ല ഒരു മാറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് മ്യൂസിക്കിനെ കൊണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേട്ടാൽ തല ഇങ്ങനെ ആട്ടും. ആദ്യമൊക്കെ ഒരു സൂക്കട്ടുണ്ടായിരുന്നു, തല ഇങ്ങനെ ആട്ടുന്നൊരു സൂക്കട്ട്. പിന്നെ അത് മരുന്നൊക്കെ കൊടുത്തപ്പോൾ ഒത്തിരി സമാധാനമായതായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും അത് വന്നിട്ടുണ്ട്. പിന്നെ അതുമല്ല അവൾക്ക് ടി വിയിൽ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ടി വി കേട് വന്നു പോയി. അപ്പോൾ നമുക്ക് എൻ്റെ അളാമ്മ ഒരു പഴയ ടി വി തന്നതാണ് കേട്ടോ. ഇതിന് മുമ്പ് നമുക്കൊരു കലഞ്ഞർ കുഞ്ഞ് ടി വി ഉണ്ടായിരുന്നതാണ്. അതും കുറേ ഓടി, ഒരു 3-4 കൊല്ലം ഓടി, പിന്നെ കേട് വന്ന്, പിന്നെയും നേരെയാക്കി, പിന്നെയും അങ്ങനെ ഇതായി. അങ്ങനെയാണ് ഈ ടി വി കിട്ടിയത്. ഈ ടി വി എൻ്റെ അളാമ്മ പഴയത് തന്നാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു 500-1000 കൊടുത്ത് നേരെയാക്കി. ഇവൾക്ക് വേണ്ടിയിട്ടാട്ടോ. എല്ലാവരും ഞാൻ ടി വി നോക്കൂല. എനിക്ക് ടി വി നോക്കാനേ സമയമില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഓടുകയാണ് കേട്ടോ. അവളെവിടെ ഇരിക്കും, ഓടണ്ട. അപ്പോൾ ഇപ്പോൾ അവൾ എപ്പോഴും ഈ ടി വിയിൽ ഞാനിങ്ങനെ ബൊമ്മയും പാട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് പറയാം. അപ്പോൾ അവളിങ്ങനെ അത് നോക്കി ഡാൻസ് കളിക്കും, തപ്പ് കൊട്ടൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ടി വി കേട് വന്നു, ഇനിയിപ്പോൾ കാണാൻ പറ്റില്ല അവൾക്ക്. അപ്പോൾ അവൾ ഇന്നലെ എൻ്റെ അടുത്ത് ഇങ്ങനെ ടീ കൊണ്ട് എനിക്ക് ഇങ്ങനെ കൈ ചൂണ്ടി കണ്ടിട്ട് പാട്ട് ഇങ്ങനെ പറയും, പാട്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഇനിയിപ്പോൾ ടി വി ഇതൊന്നിനും പറ്റില്ല, കാരണം അതങ്ങനെ പറ്റ കേട് വന്നു. 2-3 വട്ടം നേരാക്കിയിട്ട് ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇത് എന്താവും, അതിൻ്റെ എന്തോ ഇട്ടാലും മിഞ്ഞി പോവുകയാണ്, വർക്കാണല്ലോ. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് ചൂടുമായി. അപ്പോൾ ഇന്നലെ ഒന്നും ടി വി ഇടാൻ പറ്റിയിട്ടില്ല അവൾക്ക്. ടി വി നമുക്ക് പാടില്ല, എന്നാലും ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാട്ടോ അത് സെറ്റപ്പാക്കി കൊടുത്തത്. പക്ഷെ ഇനിയിപ്പോൾ എന്ത് കാട്ടും, അവൾക്ക് പറ്റില്ലല്ലോ. ഇൻഷാ അല്ലാഹ് വാങ്ങിക്കണം.
എന്തായാലും യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ ആവട്ടെ. അടവിനെങ്കിലും ഒന്ന് മേടിക്കണം എന്നുണ്ട് ഇൻഷാ അല്ലാ. അവൾക്ക് വേണ്ടിയിട്ട് അവൾക്കും നമ്മുടെ റെജിക്കുട്ടിക്കും മുടി മേടിച്ചുകുട്ടി. അപ്പോൾ ഉച്ചക്കുട്ടി കള്ളത്തി എന്നെ എന്തോ ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ വെള്ളിയും കൊണ്ട് ഇന്നലെ ഞാൻ കാണിച്ചെന്നില്ല ഇതിൻ്റെയൊക്കെ സ്കൂളും അംഗനവാടിയൊക്കെ. അപ്പോൾ ഡെയിലി കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അൽഹംദുലില്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിട്ടേ അയ്യോ അയ്യോ വിട്ടീ. അപ്പോൾ ടാറ്റാ ബായ് പറ ബായ് സി യു ടാറ്റാ അസ്സലാമു അലൈക്കും പറ. ഇപ്പോൾ അവൾ 3-ാം വയസ്സ് നട്ടപ്പനാന്താട്ടോ. അവൾക്ക് ഭയങ്കര കുസൃതിയാണ് അവൾക്ക്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എന്തായാലും അവളുടെ ചുണ്ടിൽ നിന്ന് കുറേ ചോരയും വന്നിട്ട് നമ്മുടെ പാത്തൊട്ടി പോയി ഒരൊറ്റ അടി അങ്ങനെ പല്ലും ചുണ്ടും അവിടെ തട്ടിയിട്ട് ആയതാട്ടോ. ശരി എന്നാൽ ടാറ്റാ ബായ് അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.